ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഭയങ്കര സന്തോഷപരമായ കാര്യം ഗൈസ്. അതായത് കഴിഞ്ഞ ഏതാണ്ട് 2-2.5 വർഷങ്ങൾക്ക് മുമ്പേ വെച്ച നമ്മുടെ ഈ വീടിൻ്റെ ആധാരം എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോവാണ്. ഏതാണ്ട് 2 വർഷം. അതായത് ഈ കാണുന്ന SS നെപ്പോളിയനെ മേടിക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന വീടിന്റെ ആധാരം ഈ സ്ഥലത്തിന്റെ വീട്, പുതിയ വീട്. വീട് പണിത് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലോൺ എടുത്തു. അതായത് ഈ കാണുന്ന സ്ഥലം എല്ലാം വെച്ച് ഞങ്ങൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അടവൊക്കെ തീർന്ന് ലാസ്റ്റ് അടവടച്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര സാക്രിഫൈസിങ് ആയിരുന്നു ആ ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്നില്ല. വേറെ നിവൃത്തിയില്ലായിരുന്നു. വർഷം ഊണുമില്ലാതെയാണ് നമ്മൾ പൈസ ഗൈസ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത് തന്നെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ TT നെപ്പോളിയൻ കൊണ്ടുള്ള യാത്ര കൊണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവന് ഈ കാണുന്ന ഈ 2 വിരലിനും പിന്നെ ഇവിടെയും നല്ല വേദനയാണ്. നല്ല പെരുത്ത് കയറുന്ന പോലെ. ഒരു രക്ഷയില്ല, ഭയങ്കര പേര്. ഇന്നലെ എന്നിട്ട് പോയിട്ട് 1 ഇഞ്ചക്ഷൻ അടിച്ചിട്ട് കുറഞ്ഞു. 2 ഇഞ്ചക്ഷൻ അടിച്ച് പാതിരാത്രി, എന്നിട്ട് ഇത് കുറഞ്ഞു. ഇവിടെയും കിട്ടി. ഇവിടെ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ഡോസ്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നോക്കൂ. പിന്നെ എന്തായാലും നമ്മൾ ചികിത്സിച്ച ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവരുടെ റെഫറൻസ് എന്തായാലും നേടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരോട് ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിനൊന്ന് അൽഷിഫ് വരെ പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ആദ്യം നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ ചെന്ന്, ബാങ്ക് കാണിക്കൂല, ആരും കാണിക്കൂല, കാരണം അതൊരു സീക്രട്ടാണ്. ബാങ്ക് കാണിക്കത്തില്ല കേട്ടോ. അപ്പം ബാങ്കിൽ പോയി നമുക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ടിട്ട് ലോൺ അതങ്ങനെ കാണിക്കണ്ടെന്ന് പുള്ളി പറഞ്ഞു. ആ സമയത്ത് നമുക്ക് പിന്നെ ഞങ്ങൾ ആക്സിസ് ബാങ്കിൽ പോയി, HDFC പോയി, പിന്നെ SBI പോയി, ബറോഡയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഫെഡറലിൽ പോയി, എല്ലാ സ്ഥലത്തും പോയി. ആരും തന്നില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് അദ്ദേഹമാണ് സാധനം തന്നത്. അങ്ങനെ അദ്ദേഹം തന്നതുകൊണ്ട് നമുക്കന്ന് ലോൺ കിട്ടി, വണ്ടി മേടിക്കാൻ പറ്റി. അല്ല, ഇത് കിട്ടത്തൊന്നുമില്ലായിരുന്നു. എല്ലാം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം. എന്തായാലും നമ്മൾ നമ്മുടെ ടാറ്റാ സഫാരിയിൽ നമ്മൾ ഇറക്കി വിട്ടു. ഒരു സ്ഥലത്ത് അപ്പം ചെന്ന് ലോൺ ചോദിക്കാൻ നേരത്ത് തന്നോ? ഇല്ല, നിങ്ങൾക്ക് ആയതുകൊണ്ട് ലോണിൽ ഇറക്കി വിട്ടു. അങ്ങനെ അല്ല, എന്തോരം ലോൺ വേണ്ടി അലഞ്ഞു, എന്തോരം, 1 മാസത്തോളം അലഞ്ഞു. ഈ വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് 1.5 മാസമാണ് നമ്മൾ സമയം പറഞ്ഞത് വണ്ടി എടുക്കാന്നുള്ള. അന്നത്ര 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. അല്ല, ഞങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. ഞങ്ങൾ വണ്ടി അന്ന് ആ കോവിഡ് ടൈമിൽ ഈ വണ്ടി കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പാട് പിടിച്ച പരിപാടിയായിരുന്നു. ഡിമാൻഡായിരുന്നു. ശരി. എന്നിട്ട് ഞങ്ങൾ പിന്നെ എന്തായാലും കിട്ടി പിടിവലിയല്ല. ഞങ്ങൾ എന്ത് ചെയ്തു, കൊണ്ട് അഡ്വാൻസ് അപ്പം തന്നെ കൊടുത്തു. അന്ന് ഇന്ദ്രജിത്തിന്റെ മാനേജറാണ് ഈ കാണുന്ന വണ്ടിയുടെ അഡ്വാൻസ് കൊടുക്കുന്നത് 50,000 രൂപ. ഞങ്ങൾ 10,000 രൂപ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം പുള്ളി പറഞ്ഞു 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടൈം പറഞ്ഞു. അങ്ങനെ വന്നു. ഇതിനെല്ലാം ഡീറ്റെയിൽസ് ഞാൻ വന്നിട്ട് പറയാം. അല്ല, അതും കൂടെ പറഞ്ഞിട്ട് പോകാം. എന്നിട്ട് അങ്ങനെ അഡ്വാൻസ് കൊടുത്തു. പിന്നെ നട്ടപ്പാച്ചിലായിരുന്നു ലോണിന് വേണ്ടി, ലോൺ എടുക്കാൻ വേണ്ടി. കാരണം അന്ന് TT പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ഓമിനി കൊണ്ട് പിന്നെ ഇനി ഒരു യാത്രയ്ക്ക് സാധ്യമല്ലായിരുന്നു. കാരണം ഓരോ പണികൾ അതിന് മുന്നേ അടിച്ചു നോക്കിയാൽ നേപ്പാൾ വരെ, അതിന് വീണ്ടും ഗിയർ ബോക്സും എഞ്ചിനും വീണ്ടും പോയി. യെസ് ഗൈസ് നോക്കൂ, നമ്മൾ വേൾഡ് ട്രിപ്പിന് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്ലാന്, ഓമിനീനും കൊണ്ട്. പക്ഷേ നമ്മൾ നേപ്പാൾ വരെ പോയി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിൽ പ്രശ്നമായാലോ എന്ന് ഓർത്താണ് പിന്നെ കൊണ്ടുപോകാൻ. അതിന് ശേഷമാണ് പിന്നെ ഇവനെ എടുത്തത്. എന്നും ആലോചിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്തോ ഒരു നിയോഗം പോലെ അങ്ങ് നടന്നു. കൊണ്ട് നമ്മൾ കുറെ കാര്യം പഠിച്ചു. യെസ്, പൈസ സേവ് ചെയ്യാൻ പഠിച്ചു. അതെ. അതേപോലെ പൈസ മാസം അടയ്ക്കാൻ വേണ്ടി പറ്റി. അതെ, അതേപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. യെസ് ഗൈസ്. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ലോണ് പേപ്പർ മേടിക്കട്ടെ, ബാങ്കിൽ ചെല്ലണം. കാരണം പുള്ളി 2 ദിവസമായി ഞാൻ വിളിച്ചു. അപ്പം എന്നോട് വരാനാട്ടോ പറഞ്ഞത്. നമുക്ക് പാസ്പോർട്ട് എടുക്കണ്ടേ? നമുക്ക് കൊറിയർ അയക്കായിരുന്നു. ഗൈസ്, പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് ഇന്ന് കൊറിയർ ചെയ്യണം. നമ്മുടെ വിസയുടെ കുറച്ച് പരിപാടി അടിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റും. നമുക്ക് യൂറോപ്യൻ വിസ 1 കൊല്ലത്തെ കിട്ടി. ശങ്കൻ അത് ലിബി പറഞ്ഞു ശരിയാട്ടോ. അപ്പം ലിബി പറഞ്ഞ പോലെ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുത്തിട്ട് വേണം നമുക്ക് റഷ്യൻ വിസയ്ക്ക് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നല്ല മഴയാണ്, അതിശക്തമായ മഴയാണ്. നിൽക്കാതെ പോയി ഒരു വഴിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഈ മഴയുടെ വളരെ വലിയ അതിപ്രസരം ഭയങ്കരമായിട്ട് കൂടുതലാ. അതിപ്രസരം. ഇന്നലെ രാത്രിയൊക്കെ ചുരുളി പോലെ കാറ്റടിച്ച്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഇത് സ്പെയിൻ. ഇത് എക്സ്പയർ ആയി പോയതാണ്. ഇത് കഴിഞ്ഞ കേട്ടോ. ഇത് സ്പെയിൻ്റെ ആണ്, ഗ്രീസിൻ്റെ എൻട്രി ആണ്. ഇനി ഏതിലാണ് കാണിക്കുക? ഇനി യൂറോപ്യൻ വിസ. ഗൈസ്, ഇതിൻ്റെ എവിടെയൊക്കെയാണ് പൊത്തിപ്പിടിക്കേണ്ടത് ദൈവത്തിനറിയാം. ഇത്രയും കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ 1 വർഷത്തെ ശങ്കൻ. അല്ല, ഇതിന്റെ അതിനിപ്പം നമ്മള് ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, പിന്നെ തുർക്ക്മെനിസ്ഥാൻ, റഷ്യ, ജോർജിയ, അസർബൈജാൻ, അർമേനിയ, തുർക്കി അങ്ങനെയാണ് നമ്മൾ നേരെ യൂറോപ്പിലേക്ക് വരുന്നത്. ഇത്രയും രാജ്യത്തിൻ്റെ ഇതെടുക്കാണ്ട് അതിൽ റഷ്യയുടെ സ്റ്റാമ്പ് യൂസ് വേണം. എങ്കിലേ നമുക്ക് വിചാരിച്ച പോലെ സംഭവങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 പാസ്പോർട്ട് ഇപ്പോൾ തന്നെ കൊറിയർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ
ഏതാണ്ട് കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ വിസയും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. വേറെ കാര്യമുണ്ട്, ഞങ്ങൾ ആ നമ്പർ കാണിക്കാതെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആരെങ്കിലും ഞങ്ങളുടെ പേര് അവിടെ എത്തും, അത് കാരണമാണ് നമ്പർ കാണിക്കാതെ. ഗൈസ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം കേട്ടോ ലിബി പറഞ്ഞതിന്റെ. ഗൈസ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഇവിടെ മഴ എന്ന് പറഞ്ഞ അതിശക്തമായ മഴ കേട്ടോ. നോക്കിയേ, ഇപ്പൊ ഒരു ഇച്ചിരി എടുത്ത് തോർന്നു എന്ന് പറയാം. ഇന്നലെ രാത്രി തൊട്ടുള്ള മഴയാ, അതേപോലെ തന്നെ കറണ്ട് നിക്കാൻ പോലും ഇല്ല, പൊക്കോണ്ടിരിക്കുവല്ലേ ഇവനെ. ഗൈസ് നോക്കൂ, അതായത് കറണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ ഗൈസ്. അതിശക്തമായ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശക്തമായ മഴയാട്ടോ. ഇരുട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഇത്ര നേരം വരെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു. അടിപൊളി. ഇത് മിന്നല്, മിന്നല്. ഇനിയിപ്പോ ഇടിവാളിന്റെ സമയമാണ് കേട്ടോ. പിന്നെ കാര്യമുണ്ട്, ഇങ്ങനെ മഴയാണ് എന്ത് ചെയ്യാൻ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല. കറണ്ടാണ് വരുവോ പോവോ അല്ലേ. ഇടിവാള് വെട്ടുന്നു ഗൈസ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കറണ്ട് ഒന്നും ഇല്ല കേട്ടോ. ഇൻവേർട്ടർ തന്നെ ഉള്ളു, വേറൊരു സാധനം ഇല്ല. വരും പോവും, ഒരു 2-3 മണിക്കൂർ കിട്ടിയല്ലേ. അതെയോ, ഷോക്ക് അടിക്കുന്ന പോലെ ആണോ ഗൈസ്. നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ആശുപത്രി കാണിച്ചു. ഇനിയിപ്പം അൽഷിഫയിലും കൂടെ ഒന്ന് കാണിക്കണം. അവരിനി എന്നാ പ്ലാൻ ചെയ്തതെന്ന് അറിയത്തില്ലോ. അത് കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അതായതുണ്ടല്ലോ ഇവനെ ഇടയ്ക്കിടയ്ക്ക് വേന വരും. അതായത് ഈ വെയിൻ റെഡിയായി വരുന്നതനുസരിച്ച് വേന കൂടും. അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റഷ്യയിലൊക്കെ ആകുന്ന സമയത്ത് ഇവരെ ഈ മരുന്നിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ടാണ് പോകാൻ വേണ്ടി. ഇതേ ആശുപത്രിയിൽ ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് പോകട്ടോ. ഇവിടുത്തെ മറ്റേ ഡോക്ടർ നല്ല ഡോക്ടറല്ലേ. 11 മണിക്കും 12 മണിക്ക് വിളിക്കാനും പുള്ളിക്കാരൻ എടുത്തിട്ട് എല്ലാ കാര്യം പറഞ്ഞു തരും അല്ലേ. ഇന്നലെ ഇവിടെ കാഷ്വാലിറ്റി പുള്ളിക്കാരൻ വിളിച്ചു. ഇന്നലെ രാത്രി ഈ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. വെളുപ്പിന് 2 മണിക്കാണ് പോയെ. ഈ ഡോക്ടറാണ് നമുക്ക് വേണ്ടി എല്ലാ സംഭവം ചെയ്തു തന്നെ, മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞു. ഫൈനലി ഞാൻ വാഹനം നിർത്തി. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ആധാരം, കുടിക്കടം, അങ്ങനെയുള്ള എല്ലാ സാധനവും. ഇപ്പൊ ഇരുട്ടിയിലാണുള്ളത്. ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ബാങ്ക് മാനേജർ പ്രത്യേക നിർദ്ദേശമുണ്ട്, പറയരുത്. പുള്ളി നമ്മളെ ഒരു ആപത്ത് സമയത്ത് സഹായിച്ച ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളി പറഞ്ഞ് ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ കേട്ടു. അപ്പം സമ്മർ ഫൈനലി എടുത്തു. എല്ലാ കാര്യവും ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. ഞങ്ങളുടെ എന്താണ് എങ്ങനെയാണ് എന്നാ സംഭവം എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ നേരെ ഇരുട്ടി ഇതിലെ നേരെ വീട്ടിലേക്ക് പോകട്ടോ ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കുറേ നാളുകളായി നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട്. ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 വർഷമായി കാണും. ഇതേപോലെ നമ്മൾ ഇരുന്നും പറഞ്ഞതാ അല്ലേ. ഗൈസ് ഏതാണ്ട് ഇപ്പോൾ അത്ര വർഷമായി കാണും കേട്ടോ. ഇപ്പം വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആധാരം പണയം വെച്ചാണ് ഒരു യാത്ര നടത്തിയത്. അതിനുശേഷം ആ യാത്ര ഒക്കെ കഴിഞ്ഞ് ആ ആധാരം നമ്മൾ എടുത്തായിരുന്നു. അതൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ആധാരം, അതായത് അതിനുശേഷം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ആധാരം സ്വർണ്ണം നമുക്ക് കാണത്തില്ല. അന്നപ്പം കൊണ്ട് അന്ന് വിൽക്കൽ നമ്മൾ പണയം നിൽക്കും അല്ലേ. അതായത് നീ തന്നെ പിടിച്ചോ. അതായത് കറക്റ്റ് പറയാം. നമ്മൾ ആദ്യം നമ്മുടെ ക്ലീന്ദ്രവീടിൻ്റെ ആധാരം പണയം വെച്ചാണ് ഞങ്ങൾ ഒരു വണ്ടി വാങ്ങിച്ചത്. എന്നിട്ട് ആ വണ്ടി ഓടിച്ച് തന്നെ ഞങ്ങൾ ആ ആധാരം എടുത്തു. പിന്നെ ആ വണ്ടി കൊണ്ട് ഈ ആധാരം വാങ്ങിച്ചു. പിന്നെ ആ വണ്ടി പോയി കഴിഞ്ഞ് ആ വണ്ടി കൊണ്ട് വേറൊരു വണ്ടി വാങ്ങിച്ചു. ആ വണ്ടി കൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വാങ്ങിച്ചു. അതാണ് ഈ ആധാരം. ആ വണ്ടി പോയി കഴിഞ്ഞപ്പം ഈ ആധാരം കൊണ്ട് ബാങ്കുകാർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ വേറൊരു വണ്ടി വാങ്ങിച്ചു. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി പോലും പിടിച്ചു കഴിഞ്ഞപ്പം വലിയൊരു കാലയളവിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വാഹനമില്ലാതായി. അതായത് ലിബി പറഞ്ഞ പോലെ നമ്മുടെ ഓമിനി കൊണ്ട് നമ്മൾ ചൈന ബോർഡിലൊക്കെ പോയി നോക്കി. പക്ഷെ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഗിയർ ബോക്സും അതുപോലെ തന്നെ അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. ഞങ്ങൾ ഒരിക്കലും ഒരു ബസ് വാങ്ങണമെന്നോ ഒരു വലിയ ക്യാരവാൻ വാങ്ങണമെന്നോ നമ്മൾ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. നമ്മൾ ചെറിയ വണ്ടി തന്നെയാണ് നോക്കി. ആ സമയത്ത് ഈ കൊറോണ സമയം ആയതുകൊണ്ട് ഈ ക്യാരവാന് ഭയങ്കര ഡിമാൻഡും പിന്നെ വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് ഡബിൾ വിലയും കയറി. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ചെറിയ പൈസയ്ക്ക് കിട്ടിയൊരു വണ്ടിയാണ് ആ ബസ്. അങ്ങനെയുള്ള സമയത്താണ് ബിജുമോൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞതും. അങ്ങനെ ഈ വാഹനം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. അന്ന് ജോസഫ് സാറില്ലേ? ഉണ്ട്. ബിജുമോൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓജസിലെ മാനേജർ. അതെ ഗൈസ് നോക്കുക. അപ്പം പുള്ളിയാണ് ഞങ്ങൾക്ക് ഈ വാഹനം മേടിച്ചത്. അതായത് നമ്മുടെ ഈ ചങ്കര എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ചങ്കരയും ബിജുമോനും കൂടെയാണ് ഈ വണ്ടി മേടിച്ചിരുന്നത്. അപ്പം ഇതിൻ്റെ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ്മി സാറും ഞാനും ലിബിനും നജീബിക്കയും പിന്നെ ഇത്രയും പേരാണ് പിന്നെ മരടി ചെന്ന് ഇന്ദ്രിയത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്ന് ഇന്ദ്രിയത്തിൻ്റെ മാനേജറായിട്ട് സംസാരിച്ച് മാനേജറായിട്ടെല്ലാം ചെയ്ത്
വണ്ടി ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അഡ്വാൻസ് ഞങ്ങൾ ഒരു 5000 രൂപ കൊടുക്കാൻ. 1000 രൂപയോ 2000 രൂപ സാധാരണ നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെട്ട് 1000 2000 അല്ല 10000 രൂപ വരെ കൊടുത്തിട്ട് പോകും. അപ്പം ഞങ്ങളുടെ മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10000 രൂപയുടെ ഉള്ളിൽ നമുക്ക് കൊടുത്തിട്ട് പോവാം. അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ അല്ലേ പോവുള്ളൂ. പിന്നെ അവർ പറയുന്ന അവർക്ക് 50000 രൂപ തന്നെ വേണം. ഇടി വെട്ടിയവൻ്റെ തലേ പാമ്പ് കടിച്ചെന്നല്ല ഒറ്റയടിക്ക് ഒരു 50000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്ന അത്രയും പൈസ എടുക്കാൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഒരു വിധത്തിൽ ഞങ്ങൾ അവിടുന്ന് ജോസഫ് സാറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ കൊടുത്തത്. അതെ, അന്ന് സാറിൻ്റെ വീട് പണിയുടെയോ അല്ല വീട് പണിയല്ല വേറെ എന്തോ ഒരു ആവശ്യത്തിന് അല്ല മറ്റേ ഈ ജീപ്പ് വിറ്റു അങ്ങനെ എന്തോ വകെ പൈസ ഉണ്ടായിരുന്നു. ആ പൈസയിൽ നിന്നൊക്കെ മേടിച്ചാണ് പിന്നെ ഇത് കൊടുത്ത് അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് അത് കൊടുത്തല്ലോ. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ വാഹനം നമ്മൾ മേടിച്ച് 25 ലക്ഷം രൂപയ്ക്കാണ് ബസ് വാങ്ങിച്ചത്. അപ്പോൾ 25 പ്ലസ് 2 ലക്ഷം രൂപ പണി നമ്മൾ കണ്ടായിരുന്നു. 27 ലക്ഷം രൂപ നമുക്ക് അന്ന് വരുമാനം ഇല്ലാത്തപ്പം മൊത്തം 30 ലക്ഷം രൂപ നമ്മളെടുത്തു. അതിൽ 25 ലക്ഷം രൂപ വണ്ടി മേടിച്ചു. പിന്നെ 2-2.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി പണിതു. പിന്നെ യാത്ര പോകാൻ വേണ്ടി ഒരു 3-3.5 രൂപ വേണമായിരുന്നു. അതെല്ലാം കൂടി 30 രൂപ. അപ്പോൾ അത്രയും പൈസ. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ ബാങ്കുകളിൽ ചെന്നു. ബാങ്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് ലോൺ കിട്ടുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഒരു ചേട്ടൻ മുഖേന ഒരു ബാങ്കിൽ ചെന്നു. അപ്പോൾ ആ ബാങ്കിലെ മാനേജർ ഞങ്ങളെ അറിയായിരുന്നു, നമ്മൾ വീഡിയോ കാണുന്ന ആളായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് സാറ് ഭയങ്കര ഹെൽപ്പാട്ടോ ചെയ്ത്. സത്യം. അതായത് അങ്ങനെയാണ് ഞങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് ഇത് കുടി സർട്ടിഫിക്കറ്റ് ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് കുടി സർട്ടിഫിക്കറ്റ്, ആധാരം, അടിയാധാരം, പൊസിഷൻ, അങ്ങനെയുള്ള എല്ലാ സംഭവം നമ്മൾ വീഡിയോൻ്റെ അകത്ത് എടുത്ത് കാണിക്കാതെ തന്നെ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ആയതുകൊണ്ടാണ് വേറെ ഒരു പ്രിന്റ് പിന്നെ പുറത്ത് വരും. അതെ അല്ലേ, ഈ സ്ഥലം വേറെ ആളായിരിക്കും, അതുകൊണ്ട് പിന്നെ അത് കാണിക്കാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആധാരം എന്ന് പറയുന്ന സാധനം. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് അടിയാധാരം, ആ ആധാരം, ഈ ആധാരം ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആധാരം. ഇത് കഴിഞ്ഞ എത്ര വർഷമായി സാറേ വണ്ടി എടുത്തിട്ട്, ബസ് എടുത്തിട്ട്? 2 വർഷമായില്ലേ? 2-2.5 വർഷമായില്ലേടാ? 2-2.5 വർഷമായി. 2.5 വർഷമായിട്ട് 26 മാസം 27 മാസം കണ്ടേ. ഈ വണ്ടി ഈ വണ്ടിയിൽ നിന്ന് ഈ കാണുന്ന ഇത് പിന്നെ ഇവിടെയായിരുന്നു, അതായത് ബാങ്കിലായിരുന്നു. അപ്പം ബാങ്കിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് പൈസ, അതായത് ഏകദേശം അടവ് ഒരു 50,000-60,000 രൂപ ഉണ്ടായിരുന്നു. അതും കൂടെ അടച്ച് നമ്മളങ്ങനെ എന്തെടുത്തു, അതായത് ഈ കാണുന്ന ആധാരം എടുത്തു. ഒരു വലിയ വണ്ടി മേടിക്കുന്ന സ്വപ്നം പോലും കണ്ടില്ല. ഞങ്ങൾ ഓമിനിയുടെ മേലൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല. സാഹചര്യങ്ങൾ നമുക്കത് മേടിക്കേണ്ട ഒരു അവസ്ഥ. അതായത് നമ്മൾ ആദ്യം വാൻ ലൈഫ് ചെയ്യുന്ന സമയത്ത് ഓമിനി കൊണ്ടാണ് യാത്ര ചെയ്തത്. അപ്പോഴാണ് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ട് ഓമിനി പോലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമാകുമെന്നും പറഞ്ഞു. അന്ന് മറ്റേ നമ്മൾ വണ്ടീൻ്റെ അകത്ത് കിടക്കുന്ന സെറ്റപ്പ് അന്ന് ക്യാരവാൻ വേണം, ക്യാരവാൻ ഇല്ലാതെ ഇനി അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊരു വലിയ വിഷയം വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു രക്ഷയില്ലാണ്ട് ലാസ്റ്റ് ഈ പിന്നെ TT മേടിക്കുന്നത്. അത് ഒരു ക്യാരവാൻ മേടിച്ചു. അപ്പോൾ ക്യാരവാൻ അവർ പറഞ്ഞത് ക്യാരവാൻ അല്ലെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് വേറൊരു ക്യാരവാൻ വന്നത്. അതായത് ക്യാരവാൻ അല്ലെന്ന് പറഞ്ഞപ്പോൾ ക്യാരവാൻ ആണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ വേറൊരു വണ്ടി മേടിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് ഈ വണ്ടി മേടിക്കാൻ പിന്നെ നമ്മുടെ SS നെപ്പോളിയൻ മേടിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പട്ടയമാണ് ഈ ഒരു പട്ടയം. ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ എല്ലാത്തിനും ഒരു ഇതുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു പട്ടയം വെച്ചിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഓമിനി മേടിച്ചു. ആ ഓമിനിൽ നിന്ന് നമ്മൾ TT നെപ്പോളിയൻ മേടിച്ചു. TT നെപ്പോളിയനെ കൊണ്ട് നമ്മൾ ഓടിച്ച് അത് പിടിച്ച സമയത്ത് നമ്മൾ അടുത്ത പട്ടയം എടുത്ത് സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പം ആ വീടിന്റെ പട്ടയം എടുത്തിട്ട് നമ്മൾ അടുത്ത ബസ് മേടിച്ചു. അപ്പൊ പട്ടയമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പട്ടയമാണ് ഞങ്ങളുടെ എല്ലാം. വീട്ടിൽ പട്ടയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പട്ടയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പന് സ്വർണവും പട്ടയം കണ്ടേ ഞങ്ങൾക്ക് ഭ്രാന്താണ്. പിന്നെ അടുത്ത കേസ് പറയാം. അതായത് പിന്നെ ഈ വാഹനം മേടിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ ഒരു വലിയ വിഷയം ഞങ്ങൾ നേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിൻ്റെ കൈക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ എന്നായിരുന്നു ഇതിനെ പറഞ്ഞ അതല്ല കേട്ടോ, ഇപ്പം കമ്പിയല്ല കേട്ടോ, ഇപ്പം മറ്റേ കൂടിയ സാധനം. അതിൻ്റെ പേരെന്നായിരുന്നു സാറേ? എന്നാ സാറ്? ടൈറ്റാനിയം. ഇവൻ്റെ കൈക്കകത്ത് ടൈറ്റാനിയമാണ് ഇട്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ സാധനമാണ് ടൈറ്റാനിയത്തിൻ്റെ സാധനം ഇട്ടാക്കുന്നത്. അത് പൊങ്ങച്ചായിട്ട് പറഞ്ഞൊന്നുമല്ല. അത് പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു മാസത്തോളമായി ഇത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കൈ റെഡിയായി. ഇത്രയും ദിവസം വേദനയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര രീതിയിലുള്ള വേദന. ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. രാത്രി പോവുക, പിന്നെ ഇവന് വേദന കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ പോവുക, പാച്ചൊട്ടിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പം ഞങ്ങൾ ഈ മാസം, അതായത് ഈ മാസം ഒരു 28, 29 പോകാമെന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം പോകാൻ പറ്റൂല. കാരണം ഞങ്ങൾ ആകെ പെട്ടു. ഇവന് വേദനയെങ്ങാനും യാത്രയിൽ വേദനയെങ്ങാനും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ പ്രശ്നത്തിലാവും. കാരണം
റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി പെയിൻ കില്ലർ ഏത് ഭാഷയിൽ പോയി നമ്മൾ ചോദിക്കും. പിന്നെ ഭാഷ പറഞ്ഞ് ബോധിപ്പിക്കാൻ പാടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചൈനയിൽ നിന്ന് നമുക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുറത്തു നിന്നുള്ളവരൊക്കെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ മെഡിസിനൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചൈന, റഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പാസ്പോർട്ടൊക്കെ കൊടുത്ത് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താലേ ഗുളിക തരുള്ളൂ. അത് തന്നെ, അത് വിഷയം കാണിക്കണം, എല്ലാ സാധനവും. ഇല്ലാത്തവർക്ക് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% കണ്ടിന്യൂസ് ആയിട്ട് കംഫർട്ടായിട്ട് ഓടുമെന്നൊന്നും ഉറപ്പില്ല. കാരണം ചിലപ്പോൾ വഴി നിന്ന് പോകും. അപ്പം ഒരാൾ തള്ളാനൊക്കെ വേണം. ഇപ്പം ലിവിൻ്റെ കൈ കൊണ്ട് ഇനി തള്ളാനൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ എന്തായാലും ലിവിനെ ഡോക്ടറെ കാണിക്കാണ്ട് പോയിട്ട് ഡോക്ടറിൻ്റെ ഒപ്പീനിയനും സംഭവങ്ങളും ചോദിച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞ് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. യാത്രയുടെ കാര്യം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. ഞങ്ങൾ വിയറ്റ്നാമിലൊക്കെ പോയ ഒരു രീതിയിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ഇത് വന്നു. എന്നോട് പറഞ്ഞ ഞരമ്പ് കൂടിച്ചേരുന്നത് കത്തിക്കീറുന്നതെന്നാണ് പറഞ്ഞത്. ആ ഞരമ്പ്, അതായത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ പുറത്തെ എല്ലാ സാധനം പോയി കാണും. അപ്പോൾ അതൊക്കെ കൂടി വരുമ്പോൾ ഉള്ള ആ വേദനയായിരിക്കും. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഇവൻ്റെ നിങ്ങളെല്ലാവരും കൈ ഒന്ന് പൊക്കുക. ഒരു നിമിഷത്തേക്ക് എല്ലാവരും കൈ പൊക്കൂ. എന്നിട്ട് ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ നിങ്ങളിങ്ങനെ കൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ലൈറ്റർ വെച്ചാൽ ഷോക്ക് അടിക്കുന്ന പോലത്തെ തരിപ്പുണ്ടാവും. അതിങ്ങനെ നിരന്തരമായിട്ട് അവൻ്റെ കയ്യിലേക്ക് വരുവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ പാച്ചൊട്ടിച്ചു, കൈയുടെ ബേക്കിൽ പാച്ചൊട്ടിച്ചു. ഒരു പാച്ചിന് 1000 രൂപ. ഗൈസ്, ഒരു പാച്ചിന് 1000 രൂപ എടുത്ത് വരും. പാച്ച് കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ മേടിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് പാച്ച് ഒട്ടിച്ചപ്പോൾ റിസൾട്ട് കിട്ടില്ല. അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇനി ഞങ്ങൾ നേരെ താഴോട്ട് പോകാം കേട്ടോ. ഈ വീട് പണിതതിന് ശേഷം എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇത് എത്ര മാസം ഇരുന്നാണ് ജോസ്മി സാറ്? അത് വീട് പണിതിട്ട് 2 കൊല്ലം. ഈ പട്ട എത്ര മാസം? 27 മാസം കണ്ടിരുന്നില്ലേ? അല്ല അല്ലേ? അതായത് ഈ കാണുന്ന പട്ടയം സത്യം പറഞ്ഞ് ഞങ്ങൾ ആരും അധിക നാൾ കണ്ടിട്ടില്ല. അതായത് വീട് പണിതിട്ട് 2 മാസം 1.5 മാസം കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ടുള്ളൂ ഈ പട്ടയം അല്ലേ? അത് കറക്റ്റ് ആയിട്ട്. അതിന് ശേഷമാണ് നമ്മളിത് പണയം വെച്ച് അല്ലേ? ഇല്ല, ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ ഇനിയും ലോൺ എടുക്കുന്ന പരിപാടിയില്ല. ഗൈസ്, ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോണ് കിട്ടാൻ എളുപ്പമാണ്, പണം കടം തരാൻ ആൾക്കാരുണ്ടാവും, പലിശയ്ക്ക് തരാൻ ആൾക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ തിരിച്ചടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കളിച്ചില്ലെങ്കിൽ കുടുംബം പോകുന്ന പരിപാടിയാണ്. പിന്നെ പെരുവഴിയിലാണ്. വാടക വീട്ടിൽ കിടക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പറയാണ്, ഒരു വാടക വീട്ടിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ട്, വേറെ അയൽവക്കംകാരോ നാട്ടുകാരോ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി. രണ്ടാമത്തെ കാര്യം, ഈ എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ജോസ്മി സാറിനെ ഇഞ്ചക്ഷൻ ചെയ്ത് വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായിട്ട് വീട് വെക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് സാറും വീട് വെച്ചത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയങ്ങൾ സംഭവിക്കുകയോ എന്തെങ്കിലും ഒരു ചെറിയ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശാശ്വതമല്ല. ഇനി അടുത്ത കാര്യം, നമ്മളൊരാവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കുവോ പൈസ എടുക്കുവോ അല്ലെ നമ്മളൊരു ആധാരം വെച്ചോ സ്വർണം വെച്ചോ എന്തിനാണോ ലക്ഷ്യത്തിന് വേണ്ടി പണം എടുക്കുന്നത്, ആ ആവശ്യത്തിന് വേണ്ടി ആ പണം ഉപയോഗിക്കാവുള്ളൂ. അത് ഡൈവേർട്ട് ചെയ്ത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് പൈസയാണ് ചെതറിപ്പോവും. പിന്നീട് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു 40% പൈസയും കൂടെ വീണ്ടും അതിനകത്തോട്ട് ചെലവാകുകയാണ്. അതായത് പലിശയായിട്ട് നമ്മൾ എടുക്കുന്നതിന്റെ ഒരു 40% പലിശ. സാധാരണ ആൾക്കാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ തന്ന മാനേജറിനെയും ബാങ്കിന് മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പ്രാക്കായിരിക്കും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഓരോ ലോൺ അടച്ചപ്പോൾ ഓരോ EMI അടിച്ചപ്പോഴും നമുക്ക് ആ ഒരു വ്യക്തിയോട്, അതായത് നമുക്ക് തന്നെ ആ മാനേജറിനോട് ഒരു നന്ദി ഉണ്ടായിരുന്നു. കാരണം അന്ന് നമുക്ക് ലോൺ അത്യാവശ്യമായിരുന്നു. അതിശക്തമായ മഴ നോക്കിയേ, അതിശക്തമായ മഴ നോക്കിയ, എൻ്റെ അമ്മ നോക്കി ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്നാ വായിസ്, അതിശക്തമായ മഴ. ഇതെന്താണ് കല്ല് വെച്ച് എറിയുന്ന പോലത്തെ മഴ, എന്തോ കല്ലൊക്കെ പെറുക്കി എറിയുന്ന പോലെ. നമ്മള് വന്നത് ഞാനൊരു കേസ് പറയാം. എൻ്റെ അപ്പൻ ആദ്യമായിട്ട് അവിടെ നിൽക്കേ പറയട്ടെ, ഞാനൊന്ന് ലൈറ്റ് ഇടട്ടെ, അപ്പം വെളുത്തിരിക്കട്ടെ. സാർ അവിടുത്തെ ലൈറ്റും കൂടെ ഇട്ടെ, അപ്പനൊന്ന് വെളുപ്പിക്കട്ടെ, തൊപ്പിയൊക്കെ തിരിച്ചു വെക്കേ. എൻ്റെ അപ്പൻ ആദ്യമായിട്ട് അതായത് ആധാരം, ക്ലീനർ വീടിൻ്റെ ആധാരം പണയം വെച്ചു. എനിക്ക് എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് അപ്പൻ എൻ്റെ ഇത് പണയം വെക്കാൻ വേണ്ടി തന്നു. എന്ത്? അതായത് ആധാരം. എന്നിട്ട് അതും ഞങ്ങൾ എടുത്തു. അതിന് ശേഷം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഞങ്ങൾ നിൽക്കാമെന്ന് ഞങ്ങൾ അപ്പനോട് ചോദിച്ചു. അതാ അപ്പ ആ വീടിൻ്റെ ആധാരം അതിന് ആകെ എത്ര എങ്ങനെ കിട്ടും? മാക്സിമം എത്ര കിട്ടുക? 1.70 കിട്ടുള്ളൂ. എന്നിട്ട് ആ സംഭവം ഞങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് പോയിട്ടാണ്
ഈ വണ്ടി സംഭവങ്ങളൊക്കെ ഓരോന്നും സംഭവങ്ങളൊക്കെ ജമ്മത്ത് പുറം ലോകം അപ്പം എവിടെയുണ്ട് വെച്ചാക്കുന്നതെന്ന് പോലും അറിയത്തില്ല. മൂലധനം ഈ പരിപാടിക്ക് ആദ്യം നിന്ന് അപ്പനാണ്. അതിൻ്റെ അകത്താണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും വലിയ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. റിസ്ക് എടുക്കേണ്ടടുത്ത് റിസ്ക് എടുക്കണം, അല്ലാതെ പേടിച്ചിരുന്നിട്ടോ ഭയപ്പെട്ടിരുന്നിട്ടോ കാര്യമില്ല. റിസ്ക് എടുത്തവനെ രക്ഷപ്പെട്ടുള്ളൂ. റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് റിസ്ക് തിന്നാൻ പറ്റുള്ളൂ, അല്ലേ? സത്യമല്ലേ? ചില ആൾക്കാർ പറയുന്നത് ഈ വിളിച്ചിട്ട് അവന്മാർക്ക് പൈസ ഉണ്ട്, അവന്മാർക്ക് എന്തിന്റെ കുറവെന്ന് ചോദിക്കും. കഷ്ടപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വീടുണ്ടാക്കിയാൽ നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് ഞങ്ങൾ പണയം വെച്ചിട്ട് അതിൽ കിട്ടിയ മൂലധനം കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ അന്ന് യാത്ര ചെയ്ത് കിട്ടുന്ന പൈസ നമുക്ക് ഒരു EMI ആയിട്ട് 1-2 ലക്ഷം രൂപ ചില മാസങ്ങളിൽ നമ്മൾ ഈ ലോണിന് വേണ്ടി അടച്ചിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വിയറ്റ്നാമിൽ പോയപ്പോഴും അതേപോലെ നമ്മൾ ഗ്രീസിൽ പോയപ്പോഴും ഞാൻ ആലോചിക്കുക, നമ്മൾ ഈ ട്രാവലർ കൊണ്ടോ ബസ് കൊണ്ടോ പോകുന്നില്ല, എത്രയോ ചെലവ് കുറവാ. എന്തോരം പൈസ നമുക്ക് സേവ് ചെയ്യാന്നറിയാമോ? ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടോ. കാരണം നമ്മുടെ വണ്ടി വേണം, വണ്ടിക്ക് എണ്ണ അടിക്കണം, ഞങ്ങളുടെ ചിലവ്, വണ്ടിയുടെ പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ അതിൻ്റെ ചിലവ്, ടയർ പോയാൽ അതും ഇതിൻ്റെ ചിലവ്, ഇതെല്ലാമായിട്ട് നമ്മുടെ വാഹനം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലവാണ്. കാരണം ഈ ഇന്ത്യയിൽ ഈ ക്യാമ്പർ വാൻ അല്ലെങ്കിൽ ക്യാരവാൻ സംവിധാനം വിജയിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ രാജ്യത്ത് ഇത് ചിലവില്ല. ഇനി യൂറോപ്യൻസ് എന്ന് വെച്ചാൽ അവിടെ ചിലവ് കുറവാണ്. നമ്മളെ സംബന്ധിച്ച് വാഹനം കൊണ്ട് പോകുന്നതിനാണ് ചിലവ് കൂടുതൽ. പക്ഷെ അതിലും ചിലവ് കുറവാണ് ഒരു ഹോട്ടൽ റൂം എടുത്തത്. കാരണം ഞങ്ങളന്ന് ഇവിടുന്ന് വേളാങ്കണ്ണി, ഊട്ടി അങ്ങനെയൊക്കെ പോയില്ലേ, ഒരു ക്ഷീണവും ഇല്ല. അത് 5 പേർക്കും കൂടി 2000 കാരണം ഇതിന് 4500-5000 രൂപ വേണം. ഒരു പിന്നെ 12 മണിക്കൂർ ജനറേറ്റർ എണ്ണ അടിക്കും. കാരണം പട്ടി ഞങ്ങൾ ഇതെല്ലാം കൂടെ വരുന്നത് നല്ല രീതിയിൽ ചൂട് വരും. അപ്പം എന്താ പറയുക, AC ഇടാതെ അതിനത് പറ്റൂല. പിങ് പട്ടയമാർ കുറച്ചേ കിങ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി അടുത്ത കേസ് വരാം. മഴ കുറഞ്ഞെങ്കിൽ പുറത്തോട്ട് ഇറങ്ങായിരുന്നു, മഴ കുറഞ്ഞു വന്നു. മഴയ്ക്ക് ഒരു ചെറിയ കുറവുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന സാധനം കൊടുത്താണ്, ഇത് കണ്ടോ, ഇവനാ വാങ്ങിച്ചത്. അതായത് ഇത് ഇങ്ങനൊരു വാഹനം മേടിക്കണം ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ ലിബിനും. ഇതെടുക്കാൻ നേരത്തെ ലിബി എന്നോട് പറഞ്ഞാണ് ഈ പണി വേണോ ഇതിന് നിൽക്കണോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ ജോസ്മി സാറും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ട് എടുത്താക്കാന്ന് അങ്ങ് തീരുമാനിച്ചു. വരുന്നിടത്ത് വെച്ച് കാണാം, ഒന്നേ മുങ്ങും അല്ലെ പൊങ്ങും, അതിൽ 100% ഉറപ്പായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇവനെ മേടിച്ച്. ഇപ്പോൾ ഇവനെ കൊണ്ട് വലിയ ഉപകാരമില്ല. ഭാവി ചിലപ്പോൾ നമ്മൾ വലിയ സിനിമ നടനോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കൊടുത്തു കഴിഞ്ഞാൽ മുതലാകത്തില്ല. കാരണം 10-25 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു, പിന്നെ ലക്ഷക്കണക്കിന് രൂപ ഇതിന് മുടക്കിയല്ലേ സാറേ? നമ്മൾ ആദ്യമായിട്ട് ഞാൻ ബസ് ഓടിക്കുന്നു, സാറ് ബസ് ഓടിക്കുന്നൊക്കെ നമ്മളൊരു ബസ് മേടിച്ചതിന് ശേഷം അല്ലേ അല്ലേ അല്ലേ? സത്യമായിട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ വണ്ടിയുടെ എഞ്ചിൻ അടക്കം എല്ലാ സാധനം ഫ്രഷാ സാധനം, എല്ലാം പണിതിട്ടാക്കുന്ന കേട്ടോ. യാത്ര പോകുന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പണിതിട്ടോണ്ടിരിക്കണം. ഒരു പാർട്സ് പോലും ഇതിന്റെ അകത്ത് പഴയതില്ല, എല്ലാം പുതിയ. പിന്നെ വേറെ സൂത്രം കാണിച്ചാൽ ഇത് ഈ വീടിന്റെ ആധാരം മറ്റേ പണയം വെച്ചിട്ട് മേടിച്ച വണ്ടി. ഇനി അടുത്ത അപ്പന്റെ ആധാരം പണയം വെച്ചിട്ട് വാങ്ങിയ വണ്ടി. ഇത് അപ്പന്റെ ആധാരം പണയം വെച്ചിട്ട് നമ്മളാക്കിയ വാഹനം ഇതാണ്. ഇതിന് ഇവിടെ ഒരു രീതിയിലുള്ള ഒരു ഇതും പറ്റാതെ ഇവിടെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാവുമോ അങ്ങനെ എല്ലാ സംഭവമൊക്കെ ചെയ്തു. ഇതൊക്കെ ജോസ്മി സാറൊക്കെ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടോ? അല്ലേ ഒരു 10-15,000 കിലോമീറ്ററൊക്കെ സാറ് തന്നെ ഓടിച്ചിട്ടുണ്ടാകും. കാരണം ഞങ്ങൾ ഓൾ ഇന്ത്യ അതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചൈനയ്ക്ക് പോയ ടയറാണ്, അതുകൊണ്ടാണ് അത് മാറാത്തത്. പിന്നെ ഓൾ ഇന്ത്യ മൊത്തം പോയ ടയറുകൾ മേലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയുടെ ടയർ ഒന്നും കളയില്ല, എല്ലാം കൊണ്ട് ഓരോ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ മേളിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. ഒരു ഓർമ്മയ്ക്ക് തീർന്നിട്ട് മാറ്റുന്നതല്ല. ഒരു വലിയ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇവരെ ടയർ തീരുന്നതിന് മുമ്പേ ടയർ മാറ്റും. നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ ടയറിലാണ് ഇരിക്കുന്നത്. അതങ്ങനെ മാറ്റുള്ള കാരണം ഞങ്ങൾക്ക് പണ്ട് ടാറ്റ വെഞ്ചർ ഉണ്ടായ സമയത്ത് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾ തലശ്ശേരി പോയിട്ട് ചെത്ത് ടയർ മേടിച്ചു. 300 കിലോമീറ്റർ ടയർ കൂടി അന്ന് തീരുമാനിച്ചു. യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ടയറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഒക്കെ ചിലപ്പോൾ ടയറിന്റെ പേരിൽ അങ്ങ് പോകും. സാറ് ഇതിന്റെ അകത്തുള്ള 6 ടയർ സാറിനെ കൊണ്ടുപോയിട്ട് സാർ ഓർക്കുന്നില്ലേ? അന്ന് നമ്മൾ അവിടുന്ന് ലേക്ക് വന്ന യാത്ര, അന്ന് ഒരു ടയർ ഇല്ല, ബേക്കില് 3 ടയർ. പക്ഷേല്ലോ ഈ പിന്നെ ഈ കാണുന്ന വാഹനം കണ്ടത് ഇതിപ്പോ ഇവിടെ ഇച്ചിരി ഇതൊക്കെ കയറി ഇങ്ങനെ പായലൊക്കെ കയറി കിടക്കുവാണ്. ഇത് കഴിയാ പോവും. ഇത് നജീബക്കാട് എടുത്തുകൊണ്ട് ഒന്ന് പണി തിടക്കണം. ഈ പ്രാവശ്യം പണിയുന്നില്ല, അടുത്ത പ്രാവശ്യം ഉള്ളൂ. ഒന്നാമത് ഫിസിക്കലായിട്ട് എനിക്കിവിടെ നല്ല പെയിൻ ഉണ്ട്, പിന്നെ ഇവനും പ്രശ്നമുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനെല്ലാം കൂടെ ഇടതുവശം വലതുവശമാണ്, ഓരോ സൈഡിലാണ് വിഷയം, ഇടതും വലതും അല്ലേ? അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ എടുക്കണമെന്ന് സ്വപ്നം കണ്ട വണ്ടിയാണ്. എന്താ പറയാ, ഇതിപ്പം എനിക്ക് ഭയങ്കരമായിട്ട് യാത്രയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി. പിന്നെ നല്ല മൈലേജാണ്. ഞങ്ങൾ ഓടിച്ചിട്ട് 18 കിട്ടി കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് 18 മൈലേജ് കിട്ടി. പിന്നെ എൻ്റെ ഒരു പിന്നെ
ഒരു ഇതിൽ കുറച്ചും കൂടെ ഒരു ഇത് ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ്, ഞാൻ ഭയങ്കര ഗാന ശ്രോതാവാണ്. അപ്പോൾ 2 സ്പീക്കർ മേടിക്കണം, പക്ഷെ ഭയങ്കര പൈസയാണ്. അപ്പം ഉള്ള സ്പീക്കറിൽ തന്നെ കേൾക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയുള്ള സ്പീക്കർ മൊത്തം നജീവിക്കാടെ പണ്ടത്തെ ഇതിനകത്തൊക്കെ നല്ല കിട്ടുന്ന സ്പീക്കറുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വട്ടമൊക്കെ ഉണ്ട്, അതാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ വണ്ടിയുടെ ഉള്ളൊക്കെ സാറേ ഫുള്ള് മറ്റേ ഇതായിരുന്നു, എന്നായിരുന്നു ചുക്കുലി വലയായിരുന്നു. ആ ചുക്കുലി വലയൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി ലെവലാക്കി എടുത്തു. പിന്നെ ഇത് സാറിന്റെ അപ്പാച്ചിയാണ്, ഏതാണ്ട് എത്ര വർഷമായി? 15 വർഷമായി. കഴിഞ്ഞ കൊല്ലം സാറ് കൊടുക്കാന്ന് പറഞ്ഞ കഴിഞ്ഞത്തെ മുന്നേ സാറേ ഞാൻ സാറിനെ കൊണ്ട് ഇത് വിൽപ്പിച്ചില്ല. സാറ് കൊടുക്കല് സാറിനോട് എല്ലാരും ചെറിയ പൈസ പറഞ്ഞു അല്ലേ സാറേ? ഞാൻ പറഞ്ഞു സാറിന് ഭ്രാന്തോ സാർ, ഇത് കൊടുക്കല് സാറേ എന്ന് പറഞ്ഞ് ഇത് വിൽപ്പിക്കാതെ വെച്ചത് ഈ വണ്ടി അല്ലേ? അത് കിട്ടില്ല വണ്ടി അത് ഇതല്ലേ? ഇനി ഈ ആധാരത്തിന്റെ കേസ് പറഞ്ഞാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനി സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയാം. ആരും ഉണ്ടായിട്ടല്ല, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞ് നടക്കണം, ഒരു കാര്യവും ശരിയാണില്ല. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ശരിയാകും, അതാണ് നമ്മുടെ ഒരു സമയം. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാവരും ഭയങ്കര റിച്ച് ആയിട്ടും അതായിട്ട് ഇതായിട്ടും നടക്കുമ്പോഴും കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങളുടെ വയറ് മുറുക്കി അങ്ങ് പിടിച്ചു. അതെ, അങ്ങനെ നമ്മൾ യാത്രയിലൊക്കെ എന്തൊക്കെ ചുരുക്കാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞ 2 വർഷമൊക്കെ യാത്ര പോയ നേരത്ത് ഒരു നേരം 4 മണിക്ക് മാത്രം ഭക്ഷണം അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്യാമറ പിടിക്കുന്ന എൻ്റെ കൂടുതൽ വരുന്നവൻ വയറ് തിരുമുക. ഈ പ്രാവശ്യം പട്ടണിയാണല്ലോ എന്ന്. നമ്മുടെ അന്ന് ഓംനിയില് നമ്മൾ ട്രിപ്പ് പോയില്ലേ, അന്ന സമയത്ത് ഞാൻ വേറൊരു വണ്ടിക്ക് ഞങ്ങൾ അന്നും ഇതാണ് പരിപാടി. വൈകുന്നേരമാണ് ഒരു പാചകം ചെയ്യുന്നത്. ഒരു വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ സൈഡാവും. അതാണ്. എന്നിട്ടാണ് കുക്കിങ്. അല്ല സാറേ, ആൾക്കാർ വിചാരിക്കും നീ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഇത്ര പായണ്ട, അല്ലെങ്കിൽ നീ നൈറ്റ് കിടന്ന് എന്തിനാ ഓടിക്കുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. കാശ് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒരു ദിവസം നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ദിവസം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നൊരു വീഡിയോ ഇടുമ്പോൾ തുടങ്ങും നിങ്ങൾ റോഡ് കാണിച്ചു തുടങ്ങി. അങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കഴിഞ്ഞാൽ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് ഓടിച്ച് പിടിച്ചാലേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഇട്ട് ഓടിക്കണം. അല്ലെങ്കിൽ എന്ത് പറയും, നിങ്ങൾ വീണ്ടും ഉടായ്പ തുടങ്ങി, അല്ലെങ്കിൽ റോഡ് കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വണ്ടിയുടെ മെക്കാനിക്കൽ പണി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കമൻറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാൽ അറിയോ ഓരോ ടൂറിസ്റ്റ് പ്ലേസും സംഭവങ്ങളൊക്കെ. ഇനി അത് മാത്രമല്ല, ഞങ്ങൾ ഇതിൻ്റെ അതിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം, മറ്റേ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് മനസ്സിലായി, കറക്റ്റ് സമയത്തിന് ഉറക്കം. പിന്നെ അതേപോലെ അതിരാത്രിയിലൊന്നും ഇനിയും വണ്ടി ഇട്ട് ഓടിക്കുകയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കാൻ നേരത്ത് നമ്മൾ ഈ രാപകലില്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഉറക്കം ഇനി ചത്താനും കുറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾ മെയിൻ സാധനം ഞങ്ങൾ എടുത്തു. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഞാലിമേ കളിയാണ് എല്ലാ സംഭവം. അല്ല, ഇത് ആരും ഉണ്ടായിട്ടൊന്നും അല്ല ഈ വീട്ടിൽ വണ്ടി ഒന്നും മേടിച്ചത്. ആരെയും കൊണ്ട് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കാവുന്ന കേസുള്ളൂ. നമ്മൾ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ വീട്ടുകാരൻ, അവൻ പാവപ്പെട്ടവനായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ അവൻ പെട്ടെന്ന് പൈസക്കാരനായി. അവൻ കഷ്ടപ്പെട്ടിട്ടാണ് പൈസക്കാരനായി. ഞാൻ ആ നിലയിൽ എത്തിയില്ല, അല്ലെ എൻ്റെ മക്കൾ ആ നിലയിൽ എത്തിയില്ല. അതുകൊണ്ട് തൊട്ട് ഫ്രണ്ടിൽ പൈസ ഇല്ലാത്തവന് പൈസ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവനോട് അസുഖപ്പെട്ടിട്ടൊന്നും ഒരു രീതിയിലുള്ള നമ്മുടെ ഒരു കാര്യമില്ല. വീണ്ടും ഇതേ രീതിയിൽ എത്താൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഒരാൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കണം യാതൊരു സാധ്യതയില്ല. എൻ്റെ വീടിൻ്റെ ഒരു മെയിൻ പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ മേലിൽ കൂടെ വിമാനം പോവും. ഇപ്പം കാണുന്നില്ല, കൂന്നുള്ള സൗണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മാറാൻ പറയുമ്പോൾ തന്നെ മാറി പോകും. എൻ്റെ വീടിൻ്റെ മേലിൽ കൂടെ വിമാനം പോകും. അങ്ങനെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അവിടെ ആധാരം നമ്മുടെ കൈ കെട്ടി. ഇതിന് ആദ്യമായിട്ട് നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ബാങ്കിലെ മാനേജർ സാറിനോടാണ്. സാധാരണ ആരെങ്കിലുമൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അടവ് തുടങ്ങുമ്പോഴത്തേക്ക് പ്രാക്ക് കൊടുക്കും കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ ഓരോ ലോൺ ഇത് അടയ്ക്കാൻ നേരത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം. പിന്നെ പുള്ളി അന്നൊരു ഈ ഒരു പിടിവള്ളി തന്നുകൊണ്ടാണ് പിന്നെ പിടിച്ചു കയറാൻ പറ്റിയത്. കാരണം നമ്മൾ പണ്ട് പോലെ ശീലിച്ചു വന്നൊരു യാത്രാ രീതി ഉണ്ടായിരുന്നു, ആ രീതി ഫോളോ ചെയ്ത് പോകാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഇനി ഇതിപ്പം വീട്ടിലേൽപ്പിക്കുന്നു. ഇനി ഞങ്ങൾ അടുത്ത ഒരു 10-15 ദിവസങ്ങളിൽ പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോകും. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ. കടക്കാരനല്ല, അതെ, ഇനിയോ ഇനി പേശിക്കാരനാണ്. യൂറോപ്പിലെ വീണ്ടും എനിക്ക് തോന്നുന്നത് കാരവൻ ലൈഫ് നിങ്ങൾക്ക് കുറേയധികം ഉപകാരപ്പെടും. കാരണം യൂറോപ്പിൽ പോകുമ്പോൾ ഹോട്ടൽ റൂമിനൊക്കെ ഭയങ്കര കോസ്റ്റ്. എൻ്റെ അമ്മേ. അപ്പോൾ നിങ്ങൾ കാരവനിൽ കിടക്കുന്നതുകൊണ്ട് ഇവനിപ്പം ജർമ്മനി, ഇവനിപ്പം ഫ്രാൻസ് ജർമ്മനി വിട്ടു. ഹോട്ടൽ റൂം എടുക്കണേൽ മിനിമം 15,000 രൂപയാവും. ഇവൻ വേറെ ആളായിരുന്നു, കൂട്ടുകാർഹ താങ്ങൽഹ പിൻതാങ്ങൽഹ അങ്ങനെയായിരുന്നു. എൻ്റെ അപ്പൻ എന്തൊക്കെയോ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് അപ്പുറത്തെ കടയിൽ നിന്ന് കോപ്പിക്കോയും എക്ലെയറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റും. എനിക്ക് വേറെ ഇതുണ്ട്, എൻ്റെ അപ്പൻ്റെ ആധാരം എവിടെയാണെന്ന് എനിക്ക് തപ്പിപ്പിടിക്കണം. അതെന്തിനാണ് കാണുന്നില്ലെന്നേ. ഇനിയുണ്ടല്ലോ, ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത്. ഇനിയിപ്പോൾ അമ്മയ്ക്കൊരു മാല വാങ്ങിച്ചു കൊടുക്കണം.
അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ. കാരണം കുറേ നാളായി ഞങ്ങളോട് ചോദിക്കുന്നത്. അതുപോലെ അപ്പനൊരു മോതിരം മാല അതൊക്കെ മേടിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയിപ്പം ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ബാധ കഴിഞ്ഞു, ഇനിയിപ്പോൾ 2-3 ഇതും കൂടെ ഉണ്ട്. ഇനി എന്ത് കാര്യമുണ്ടല്ലോ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പറയത്തുള്ളൂ, അല്ലാതെ നടക്കുന്നതിന് മുമ്പ് ഇനി ഒരു കാര്യം പറയില്ല. ഒടുക്കത്തെ കണ്ണാട്ടോ, ഇതുകൊണ്ട് ഇപ്പം ചട്ടിയാണ് നടക്കുന്നത്. സത്യം പറഞ്ഞ കേട്ടോ, ഒടുക്കത്തെ കണ്ണ. എൻ്റെ വണ്ടിയൊക്കെ എന്നെ മനോഹരമായിട്ടിരുന്നാൽ നോക്കി, ഇതിനൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. എന്ത് കെട്ടിത്തൂക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇവിടെ ഒരു കപ്പളം ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല. ഇവിടെ ഒരു കപ്പളം, ഇതിവിടെ ആരോ കണ്ണ് വെച്ചോട്ടെ ഈ കപ്പളത്തിന്. എന്നിട്ട് കപ്പളം അതോടുകൂടി പോവുകയും ചെയ്തു. ഇതിന് എല്ലാത്തിനും കണ്ണും കെട്ടി. ലാസ്റ്റ് ചെരുപ്പ് വരെ കെട്ടി തൂക്കിയിട്ടു, അതുപോലും ഏറ്റില്ല. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കണ്ണ് കിട്ടാതിരിക്കാൻ വണ്ടിയിൽ ചെറിയ ചെരുപ്പൊക്കെ കെട്ടി തൂക്കും. ഞാനും എല്ലാത്തിനും ചെരുപ്പ് കെട്ടി തൂക്കാൻ പറ്റും, വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കിടിലൻ വീഡിയോയുടെ വീണ്ടും കാണാം. അപ്പം ശുഭനിത്ത, ശുഭരാത്രി, ശുഭനിക്കൽ. ആര് നിൽക്കൽ? നമ്മള് വിളിക്കുവാണല്ലോ. ടാറ്റാ.